ഗേൾഫ്രണ്ട് ആയിട്ട് നമുക്ക് നമ്മുടെ കാമുകിനെ കാണാൻ പോയാലോ? സത്യം പറഞ്ഞാൽ ഇപ്പോഴൊന്നും നിങ്ങൾക്ക് എന്റെ ലവറിനെ കാണിച്ചു തരണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ ഓക്കൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ വീടിന്റെ അത് കാണിക്കുന്നത്. പിന്നെ എന്റെ വീട്ടുകാരും ഓള വീട്ടുകാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് വീഡിയോന്റെ അകത്ത് വരുന്നതൊന്നും ഒരു വിഷയമല്ലാന്ന്. അങ്ങനെ നമ്മൾ ഏകദേശം പെണ്ണിനെ കാണാൻ പോകാൻ റെഡി ആയിരിക്കുകയാണ്. സംടൈംസ് ഞാൻ ഭയങ്കര റൊമാന്റിക് ആയിരിക്കും. അങ്ങനെ റൊമാന്റിക് ആയിട്ട് നിന്ന് പുളകം കൊള്ളുന്ന നിങ്ങളെ കാണുന്നത്. അങ്ങനെ കണ്ണാടിന്റെ മുന്നിൽ കുറച്ച് എക്സ്പ്രഷൻ ഇട്ടതിന് ശേഷം നമ്മൾ പോവാണ്. പിന്നെ ഞാൻ ഒറ്റക്കല്ലേട്ടാ പോകുന്നത്. എന്റെ പിന്നെ എന്റെ 3 ചങ്ങായിമാരും കൂടി ഉണ്ട്. സിനിമ ആണ് സ്പൈഡർമാൻ. അല്ലാണ്ട് നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടാവും അനക്ക് പെണ്ണു പടക്കോയെല്ലാം ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ സ്പൈഡർമാൻ കാണാൻ വേണ്ടി പറഞ്ഞപാലുള്ള തിയേറ്ററിലേക്ക് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ നിന്നാണ് ഇംഗ്ലീഷ് സിനിമ ഇതാണ് കേട്ടോ. അതായത് എനിക്ക് മാർവലിനെ കുറിച്ചോ സ്പൈഡർമാനെ കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ലാന്ന് സാരം. എല്ലാം ഇത് സിനിമ കാണാൻ പോകുന്നല്ലേ തീറ്റിക്ക. അങ്ങനെ സിനിമ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ അകത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഭാഗം റീലിനകത്ത് ഞാൻ കണ്ടത്. അപ്പോഴൊന്നും ഞാൻ കരുതിയില്ല ഞാൻ ഈ സിനിമ കാണാൻ വരുന്നു. അങ്ങനെ ആരെങ്കിലും സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതിയോ. അങ്ങനെ സിനിമ കഴിഞ്ഞു. മക്കളെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ പേര് ആധികാരികപരമായി പറയാൻ വേണ്ടി എനിക്കൊന്നും അറിയില്ല. കാരണം ഇതിനു മുമ്പത്തെ ഒരു സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ 3D കണ്ണാടിയും തിരിച്ചു കൊടുത്തിട്ട് 4 ആളെയും പുത്തൻ 20 രൂപ വാങ്ങിയിട്ട് നേരെ തിരിച്ച് നാട്ടിലോട്ട്. ഞാനിങ്ങനെ ഒരു ദിവസം എന്റെ നാട്ടിലോട്ട് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്താണ് ഒരു സ്ഥലത്ത് ഭയങ്കര ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓർമ്മ വന്നേ ഇന്നേനും നമ്മളെ ഏച്ചൂറുള്ള VR ക്ലിനിക്കിലെ എക്സ്റേ സർവീസ് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സ്വന്തം നാട്ടിൽ പുരോഗമനം വരുമെന്ന് പറയുമ്പോൾ അതൊരു അഭിമാന നിമിഷമല്ലേ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള അതേ ഫെസിലിറ്റിയോട് കൂടിയാണ് ഇവിടെ ഇതുപോലെ ഒരു ഡിജിറ്റൽ എക്സ്റേ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ റേറ്റ് വൈസും ആണെങ്കിലും വളരെ കുറച്ചിട്ടാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. AKG ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ സുഹൈലിനെ ഇനാഗ്രേഷൻ ചെയ്ത് ഇനി നിങ്ങൾക്ക് എക്സ്റേയോ ടെസ്റ്റുകളോ എന്ത് വേണേ ആയിക്കോട്ടെ നേരെ VR ക്ലിനിക്കിലേക്ക് വന്നോ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ മട്ടന്നൂർ റോഡിൽ ഏച്ചൂരിലെ VR കോംപ്ലക്സിലാണ് കേട്ടോ.